ഹലോ എവരി വൺ, വെൽക്കം ടു ലെസൺ ലെൻസ്. അപ്പോൾ ഞാൻ ഇന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ 7 ഏജസ് ഓഫ് മാൻ ആണ് എടുക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ജനനം മുതൽ മരണം വരെ കടന്നു പോകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. അപ്പോൾ ലോകം മുഴുവൻ ഒരു സ്റ്റേജായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അതിലെ ഓരോ മനുഷ്യനും, ഓരോ ആണും ഓരോ പെണ്ണും അതിലെ അഭിനേതാക്കളാണ്, അതിലെ ആക്ടേഴ്സാണ്. ദേ ഹാവ് ദർ എക്സിസ്റ്റ് ആൻഡ് ദർ എൻട്രൻസ്. അവർക്ക് അവരുടെ കടന്നു വരാനുള്ള വഴിയുണ്ട്, അതുപോലെ പുറത്തേക്കുള്ള വഴിയുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ് ഹിസ് ആക്ട്സ് ബീങ് 7 ഏജസ്. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ അവൻ്റെ ജീവിതത്തിൽ പല രൂപത്തിലും ഭാവത്തിലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ 7 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതാണ് പോയിട്ട് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നമുക്ക് അതിലെ ഓരോ സ്റ്റേജസ് നോക്കാം. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ് മ്യൂലിംഗ് ആൻഡ് പക്കിംഗ് ഇൻ ദ നഴ്സേഴ്സ് ആംസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫാൻ്റ് ആയിട്ടാണ്, ജനിച്ച വാടായ ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപത്തിലാണ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത്. മ്യൂലിങ്ങിൻ്റെ അർത്ഥം പ്രസവിച്ച വാടയുള്ള കുട്ടിയുടെ കരച്ചിൽ, അതുപോലെ പക്കിംഗ് എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പോൾ നേഴ്സിൻ്റെ കൈകളിൽ ഛർദ്ദിക്കുകയും കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപത്തിലാണ് ഫസ്റ്റ് സ്റ്റേജ് കടന്നു വരുന്നത്. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഒരു സ്കൂൾ ബോയുടെ രൂപത്തിലാണ്. വിത്ത് ഹിസ് സാച്ചൽ. സാച്ചൽ എന്ന് വെച്ചാൽ പുസ്തകസഞ്ചി. അപ്പോൾ പുസ്തകസഞ്ചി എടുത്തു പോകുന്ന. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, ഒരു തിളക്കമാർന്ന മുഖത്തോടു കൂടിയുള്ള. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അപ്പോൾ സ്കൂളിൽ പോകാൻ മടിയായിട്ട്, ക്രീപ്പിംഗ് എന്ന് വെച്ചാൽ എഞ്ഞു പോകുന്ന, ഒച്ചിനെ പോലെ എഞ്ഞു പോകുന്ന ഒരു സ്കൂൾ ബോയുടെ രൂപത്തിലാണ് നമ്മുടെ ലൈഫിലെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. ആൻഡ് ദെൻ ദ ലവർ. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലവറായിട്ടാണ് നമ്മൾ ടീനേജിലേക്കൊക്കെ കടക്കുന്ന സമയം. സൈയിങ് ലൈക്ക് എ ഫർണസ്. അപ്പോൾ ഫർണസ് എന്ന് വെച്ചാൽ അടുപ്പ് കത്തുന്നത് പോലെ ജ്വലിക്കുന്ന എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് ആണത്. വിത്ത് എ വോഫുൾ ബല്ലാഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അപ്പോൾ ഈ ഒരു ലവർ എന്ന സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വോഫുൾ എന്ന് വെച്ചാൽ ദുഃഖപൂർണമായ, ബല്ലാഡ് കവിത. അപ്പോൾ നമ്മുടെ കാമുകിയുടെ പുരികങ്ങൾക്ക് വേണ്ടിയിട്ട് ദുഃഖപൂർണമായ ഒരു കവിത പാടുന്ന ഒരു ടൈമാണ് ആ ലവർ സ്റ്റേജ് എന്നാണ് കവി പറയുന്നത്. ദെൻ എ സോൾജർ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് മനുഷ്യൻ ഒരു പട്ടാളക്കാരനെ പോലെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വളർന്നു, അപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുത്തു, പുതിയ ശബ്ദങ്ങൾ എടുത്തു. ഓട്സ് എന്ന് വെച്ചാൽ ശബ്ദങ്ങൾ. ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാഡ് എന്ന് വെച്ചാൽ പുള്ളിപ്പുലിയെ പോലെ താടിയൊക്കെ വെച്ച്. ജെലസ് ഇൻ ഹോണർ, അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, പെട്ടെന്ന് ആക്രമണമൊക്കെ വന്നാൽ നമ്മൾ പെട്ടെന്നായിട്ട് പ്രതികരിക്കും. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ദ കാനോൺസ് മൗത്ത്. കുമിളകളൊക്കെ പൊട്ടിപ്പോകുന്നത് പോലെ ഏത് നിമിഷവും നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്റ്റേജാണ് ഈ സോൾജിയർ എന്ന് പറയുന്നത്. പട്ടാളക്കാരന് അവർക്ക് ഏത് സമയം എന്ത് സംഭവിക്കും എന്ന് അവർക്കറിയില്ല. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ അടുത്ത സ്റ്റേജ് എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു ന്യായാധിപനെ പോലെയാണ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പൺ ലിൻഡ്. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ച് ഒരു കുഞ്ഞു വയറ്, ബെല്ലിയൊക്കെ വന്ന്. വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോർമൽ കട്ട്. നമ്മൾ ടീനേജിലുള്ളത് പോലെയല്ല, നമ്മൾ കുറച്ചുകൂടെ മുതിർന്നു, കുറച്ച് പക്വതൊക്കെ ഒന്ന് വന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹെയറൊക്കെ ഒരു ഫോർമൽ കട്ടിലായിരിക്കും ഉണ്ടാവുക. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് ആൻഡ് സോ ഹീ പ്ലേസ് ഹിസ് പാർട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, ജസ്റ്റിസ് എന്ന് പറയുന്ന സ്റ്റേജ്, നമ്മൾ കുറച്ചുകൂടെ പക്വത എത്തി, നമുക്ക് കുറേ തിരിച്ചറിവുകളൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊരു ഉപദേശിയെ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ലൈഫിലെ 5 സ്റ്റേജസ് ആണ് പറഞ്ഞത്. ആദ്യം ഒരു കുഞ്ഞു കുട്ടിയായി ജനിച്ചു, പിന്നെ ഒരു സ്കൂൾ ബോയ് ആയി, അതിൽ നിന്ന് നമ്മൾ ലവറായി മാറി, പിന്നെ ഒരു സോൾജറെ പോലെ പെരുമാറാൻ തുടങ്ങി, പിന്നെ നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ വന്ന് ഒരു പക്വത വന്ന ഒരു ജസ്റ്റിസായി മാറി, പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സ്റ്റേജാണ് 6ാമതായി പറയുന്നത്. ദ 6th ഏജ് ഷിഫ്റ്റ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലോൺ. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ പ്രായമായി, അപ്പോൾ മെലിഞ്ഞുണങ്ങി, പാൻറ്റൊക്കെ ലൂസായി. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. കണ്ണടയൊക്കെ മൂക്കിനടുത്ത് വെച്ച്, നമ്മൾ പ്രായമായ ഒരു കണ്ണട വെക്കുന്ന സ്റ്റൈലില്ലേ, അതുപോലെ കണ്ണടയൊക്കെ കണ്ണിൽ നിന്ന് താഴ്ത്തി വെച്ച്. ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷാങ്ക്. ഷാങ്ക് എന്ന് പറയുന്നത് മുട്ടിൻ്റെയും ആങ്കിളിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ്. അപ്പോൾ ഈ ടൈറ്റായ പാൻസൊക്കെ ലൂസായ സമയത്ത് അവിടെ ഒരുപാട് സ്പേസ് വന്നു, ഈ ലോകത്തെ ഉൾക്കൊള്ളിക്കാനുള്ള അത്രയും സ്പേസ് വന്നു, കുറേ പാൻറ്റ് ലൂസായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിങ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഇസ് സൗണ്ട്. അപ്പോൾ യൗവനകാലത്തെ പരുക്കൻ ശബ്ദങ്ങളൊക്കെ മാറി, പ്രായമായപ്പോൾ കുട്ടികളെ പോലെയായി, പലതും പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകാതെയായി. എന്ന് വെച്ചാൽ നമ്മുടെ പ്രായമാകുമ്പോൾ വരുന്ന ലൈഫിലെ ഓരോ ചേഞ്ചസിനെ കുറിച്ചാണ് ഈ സെൻറ്റൻസിലൂടെ പറയുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ. അപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി.
ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. അപ്പോൾ ഈ ഹിസ്റ്ററിക്കൊരു പൂർണ്ണത എത്തുന്നത് അവസാന സ്റ്റേജിലെത്തുമ്പോഴാണ്. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലീവിയൻ. അപ്പോൾ ഈ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ജനിച്ച പാടെ ഒരു ചൈൽഡിഷ്നെസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ചൈൽഡിഷ്നെസ് വരുന്നത് ഈ ലാസ്റ്റ് സ്റ്റേജിലാണ്. അതെന്ന് വെച്ചാൽ ഒബ്ലീവിയൻ എന്ന് വെച്ചാൽ മറവി. അപ്പോൾ നമ്മൾ കുട്ടികളെ പോലെയായി, മറവി ബാധിച്ചു. സാൻസിൻ്റെ മീനിങ് വിത്തൗട്ടാണ്, ഇല്ലാത്ത. സാൻസ് ടീത്ത്, പല്ലില്ല. സാൻസ് ഐസ്, കണ്ണ് കാണുന്നില്ല. സാൻസ് ടേസ്റ്റ് അറിയുന്നില്ല. സാൻസ് എവരിത്തിങ്, ഒന്നും അറിയാതെയുള്ള ഒരു സ്റ്റേജിലേക്ക്, നമ്മൾ ജനിച്ചത് എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന രീതിയിലുള്ളൊരു സ്റ്റേജാണ് ഈ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജസിനെ കുറിച്ചാണ് വില്യം ഷേക്സ്പിയർ ഈ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.